ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു മാർക്കറ്റ് അനാലിസിസ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു ചാനലിൽ റെഗുലറായിട്ട് മാർക്കറ്റ് അനാലിസിസ് വീഡിയോസ് നമ്മൾ ചെയ്തു വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ പരമാവധി എല്ലാ മാർക്കറ്റ് അനാലിസിസ് വീഡിയോസും കാണാനായിട്ട് ശ്രമിക്കുക. കാരണം ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്, തൊട്ട് മുൻപ് ഏതൊക്കെ അനാലിസിസ് ആണോ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മുൻപുള്ള വീഡിയോസ് കൃത്യമായിട്ട് അതേ ഓർഡറിൽ തന്നെ, അല്ലെങ്കിൽ എല്ലാ വീഡിയോസും സ്ഥിരമായിട്ട് കണ്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് ഓരോ പുതിയ വീഡിയോ വരുമ്പോഴും അവിടെ നടക്കുന്ന അനാലിസിസ്, അല്ലെങ്കിൽ അവിടെ ഞാൻ നടത്തുന്ന അനാലിസിസുകൾ പെട്ടെന്ന് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ആൻഡ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുക. അതിനുശേഷം മാത്രം ഏത് രീതിയിൽ ട്രേഡ് ചെയ്യണം, ഏത് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. എൻ്റെ അനാലിസിസ് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ടറിഞ്ഞേക്കാം. അധികം സമയം കളയണ്ട, ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ പതിവ് പോലെ തന്നെ നമുക്ക് കോയിൻ മാർക്കറ്റ് ക്യാപ്പിലെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ദ ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പ് ഈസ് $1.16 ട്രില്യൺ. ഒരു 0.41% ഇൻക്രീസ് ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പിൽ കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ടോട്ടൽ ക്രിപ്റ്റോ മാർക്കറ്റ് വോളിയം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ 46.61% അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഒരു $32.48 ബില്യൺ ടോട്ടൽ ക്രിപ്റ്റോ മാർക്കറ്റ് വോളിയം എന്ന് പറയുന്നത്. ആൻഡ് ബിറ്റ്കോയിൻ ഡൊമിനൻസ് നോക്കുകയാണെങ്കിൽ 48.81% ആണ്. ഒരു 0.16% ഇൻക്രീസ് ബിറ്റ്കോയിൻ ഡൊമിനൻസിലും ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഫിയർ ആൻഡ് ഗ്രീഡ് ഇൻഡെക്സിൽ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഫിയർ ആൻഡ് ഗ്രീഡ് ഇൻഡെക്സ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ബിറ്റ്കോയിൻ വിശേഷത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 7 ദിവസമായിട്ടും കഴിഞ്ഞ 24 ഹവറായിട്ടും കഴിഞ്ഞ 1 ഹവറായിട്ടും കാര്യമായിട്ടുള്ള മൂവ്മെൻ്റ് ഒന്നും തന്നെ ബിറ്റ്കോയിൻ ഉണ്ടായിട്ടില്ല. ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ബിറ്റ്കോയിൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കൃത്യമായിട്ട് ഈ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ, ഈ ഒരു കോയിൻ മാർക്കറ്റ് ക്യാപ്പിലെ ഈ ഒരു ഇൻഫോർമേഷനിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആൻഡ് എതേറിയത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എതേറിയം അങ്ങനെ തന്നെ കഴിഞ്ഞ 7 ദിവസമായിട്ടും കഴിഞ്ഞ 24 ഹവറായിട്ടും കഴിഞ്ഞ 1 ഹവറായിട്ടും കാര്യമായിട്ടുള്ള മൂവ്മെൻ്റ് ഒന്നും തന്നെ എതേറിയത്തിലും സംഭവിച്ചിട്ടില്ല. ഒട്ടുമിക്ക എല്ലാ ഓൾട്ട് കോയിൻസിൻ്റെയും അവസ്ഥ അത് തന്നെയാണ്. ചില ഓൾട്ട് കോയിൻസ് മാത്രം അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. XRP 10% ഡൗൺ ആയിട്ടാണ് കഴിഞ്ഞ 7 ദിവസം കൊണ്ട്. ഒരു 1% മൂവ്മെൻറ്റ് 24 ഹവറിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. അതിന് മറ്റുള്ള ഓൾട്ട് കോയിൻസ് ഒന്നും കാര്യമായിട്ടുള്ള മൂവ്മെൻ്റ് ഒന്നും കാഴ്ചവെച്ചിട്ടില്ല. ഒരു സൈഡ് വൈസ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് തന്നെയാണ് ഒട്ടുമിക്ക എല്ലാ ഓൾട്ട് കോയിൻസും ബിറ്റ് കോയിനും കാഴ്ചവെച്ചിട്ടുള്ളത്. ആൻഡ് ബിറ്റ്കോയിൻ്റെ ചാർട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ബിറ്റ്കോയിൻ്റെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ്. ആൻഡ് ഈ ഒരു അനാലിസിസ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. ഞാൻ ഈ ഡ്രോയിങ്സ് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലുള്ളൊരു പാറ്റേൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ രീതിയിലുള്ളൊരു ബ്രോഡനിങ് വെഡ്ജ് പാറ്റേൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നുകിൽ ഇവിടെ നിന്ന് ഈ ഒരു പാറ്റേൺ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ഒരു ബ്രേക്ക് ഔട്ട് പ്രതീക്ഷിക്കാം. ആൻഡ് അങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു 28,000 മുതൽ 28,400 വരെയുള്ള ഈ ഒരു ലെവലാണ്. ആൻഡ് അതാണ് തൊട്ട് മുൻപത്തെ ആ ഒരു സ്വിംഗ് ഹൈ എന്ന് പറയുന്നത്. സ്വിംഗ് ഹൈ, തൊട്ട് മുമ്പത്തെ സ്വിംഗ് ഹൈ ആണ് ഈ ഒരു 28,000 മുതൽ 28,452 വരെയുള്ള ഈ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത്. ആൻഡ് അത് മാത്രമല്ല, നമുക്കിവിടെ ഈ ഒരു ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് റൂൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ രീതിയിലൊരു ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് റൂൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമ്മുടെ ഗോൾഡൻ ലെവൽ, ഫിബൊനാച്ചി ഗോൾഡൻ ലെവൽ വരുന്നതും ഈ ഒരു 28,000 എന്ന് പറയുന്ന ആ ഒരു പ്രൈസ് റേഞ്ചിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്രോഡനിങ് വെഡ്ജ് ചാർട്ട് പാറ്റേൺ പ്രൈസ് ബ്രേക്ക് ചെയ്താലും പ്രൈസ് ചെറുതായിട്ടൊന്ന് താഴേക്ക് വരുന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു ഫിബൊനാച്ചി ഗോൾഡൻ ലെവലിൽ ഒരു സപ്പോർട്ട് എടുത്തുകൊണ്ട് വീണ്ടും പ്രൈസ് മുകളിലേക്ക് തന്നെ കയറാനായിട്ടുള്ള സാധ്യതകൾ നമുക്കിവിടെ പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ പ്രൈസ് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു 28,000 എന്ന് പറഞ്ഞൊരു ലെവലിൽ നിന്നായിരിക്കും, ഈ ഒരു ഗോൾഡൻ ലെവലിൽ നിന്നായിരിക്കും പ്രൈസ് അത്തരത്തിലുള്ളൊരു മൂവ്മെൻറ്റ് കാഴ്ചവെക്കാനായിട്ട് പോകുന്നത്. നമുക്കൊരു അത്തരത്തിലുള്ള മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് ഇവിടെ നിന്നായിരിക്കും. ആൻഡ് അടുത്ത ടൈം ഫ്രെയിമിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഡിസ്കോഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡിസ്കോഡ് ഗ്രൂപ്പിൽ ഞാൻ എടുക്കുന്ന ട്രേഡ്സുകൾ ഞാൻ അപ്പോൾ തന്നെ ഷെയർ ചെയ്യാറുണ്ട്. ഞാൻ എടുക്കുന്ന സമയത്ത് തന്നെ ആ ട്രേഡ്സ് ഞാനോട് ഷെയർ ചെയ്യാറുണ്ട്. ആൻഡ് അതുപോലെ തന്നെ എൻ്റെ വാച്ച് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഞാനോട് ആഡ് ചെയ്യാറുണ്ട്. ഞാൻ ഏതൊക്കെ ടോക്കൺസ് ആണ് എൻ്റെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള ട്രേഡേഴ്സിന്, നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ അവരുടെ ട്രേഡിംഗ് ഐഡിയാസും അല്ലെങ്കിൽ അവരുടെ അനാലിസിസും കാര്യങ്ങളൊക്കെ അവർ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനായാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ ഐഡിയാസ് കിട്ടാനായാലും തീർച്ചയായിട്ടും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഗ്രൂപ്പായിരിക്കും നമ്മുടെ ഈ ഒരു ഡിസ്കോഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ ബൈബിറ്റിൽ എൻ്റെ റെഫർ ലിങ്ക് വെച്ചുകൊണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾക്കായിരിക്കും ഈ ഒരു ഗ്രൂപ്പിലേക്ക് ആക്സസ് കിട്ടുക, ഈ ഒരു ട്രേഡ്സിലേക്ക് ആക്സസ് കിട്ടുക. സോ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക, അതിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ബൈബിറ്റിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് അതിനുശേഷം ഒരു $50 മുതൽ $100 വരെ അതിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ബൈബിറ്റ് UID എനിക്ക് ഡിസ്കോഡിൽ അയച്ചു തരിക. ഞാൻ നമ്മുടെ ഡിസ്കോഡ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. സോ ഡിസ്കോഡ് ഗ്രൂപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാം. ആൻഡ് ബിറ്റ്കോയിൻ്റെ തന്നെ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് ഒന്നുകൂടെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടൊരു ട്രെൻഡ് ലൈൻ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ദിവസങ്ങളായിട്ട് ഈ ഒരു ട്രെൻഡ് ലൈന് സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് പ്രൈസ് പോയിക്കൊണ്ടിരുന്നത്. ഒരു ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ആ ട്രെൻഡ് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ലോ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഈ ഒരു ലോയിൽ നിന്നാണ് ഈ ഒരു ഇത്തരത്തിലുള്ളൊരു വെഡ്ജ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് എടുക്കാനായിട്ട് പറ്റും. ആൻഡ് അതേ ഡിസ്റ്റൻസ് തന്നെയാണ് ഈ ഒരു വെഡ്ജ് പാറ്റേണിൽ നിന്നും പുതിയ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ,
ആൻഡ് അതേ ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഇവിടേക്കും, അതായത് ഇവിടെ മുതൽ ഈ ഒരു ലോ മുതൽ ഈ ഒരു വെഡ്ജ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ള ഡിസ്റ്റൻസ് തന്നെ നമുക്ക് ഇവിടേക്കും ഒരു ടാർഗറ്റായിട്ട് വെക്കാവുന്നതാണ്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേൺ വെച്ചതുകൊണ്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ സംഭവിച്ചപ്പോൾ തന്നെ ഇവിടെയും പ്രൈസ് ഒരു പ്രൈസ് ആയിട്ട് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു $36,000 ബിറ്റ് കോയിൻ പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഇവിടെ നിന്ന് ഈ ഒരു ട്രെൻഡ് ലൈനിൽ നിന്ന് ഈ ഒരു വെഡ്ജ് പാറ്റേണിൽ നിന്നും ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാലായിരിക്കും നമ്മൾ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് കാണാനായിട്ട് പോകുന്നത്. ആൻഡ് അതിന് മുമ്പ് ചെറിയ രീതിയിലുള്ളൊരു ഡൗൺ മൂവ്മെൻറ്റോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ളൊരു എന്താ പറയുക ഫേക്ക് ഔട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അത്തരത്തിൽ തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യാറുള്ളത്. ആൻഡ് ഇവിടെ നിന്ന് നമുക്ക് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും നാൾ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നതായിരിക്കില്ല, നമ്മൾ ബെയറിഷ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നോക്കുക. അത് ബ്രേക്ക് ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ ബുള്ളിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ഒരു 4 hour ടൈം ഫ്രെയിമിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 hour ടൈം ഫ്രെയിമിൽ നമുക്ക് ഈ രീതിയിലുള്ള ഒരു ബ്രോഡനിങ് വെഡ്ജ് അടിവറ്റം കിട്ടുന്നുണ്ട്. ഞാനിത് ക്ലിയർ ചെയ്യാം, ഒന്നുകൂടെ വരയ്ക്കാം. ഈ രീതിയിൽ നമുക്ക് ഒരു ബ്രോഡനിങ് വഴി ചാർട്ട് പാറ്റേൺ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് ഈ രീതിയിലുള്ള ഒരു സപ്പോർട്ട് ലെവലും കാണാൻ പറ്റുന്നുണ്ട്. സപ്പോർട്ട് ലെവലായിട്ടും റെസിസ്റ്റൻസ് ലെവലായിട്ടും ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഏരിയ ആയിരുന്നു. അതായത് ഒരു 28,900 മുതൽ 29,000 വരെയുള്ള ഈ ഒരു ഏരിയ ഒരുപാട് തവണ സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്, കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ പ്രൈസ് ഇതിൻ്റെ മുകളിൽ തന്നെ, ഈ ഒരു ഏരിയയ്ക്ക് മുകളിൽ തന്നെ പ്രൈസ് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ പ്രൈസ് ഇവിടെ ഒന്ന് കൺജസ്റ്റഡ് ആവുകയും ദെൻ വീണ്ടും ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് കാണിച്ചു തരാനായിട്ടുള്ള സാധ്യതകൾ ഇവിടെയുണ്ട്. ആൻഡ് പ്രൈസ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ പ്രൈസ് വീണ്ടും ഡൗൺ ആവാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് വീണ്ടും ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഒരു സപ്പോർട്ട് എടുത്തുകൊണ്ട് വീണ്ടും ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് കാഴ്ചവെക്കാനായിട്ടുള്ള സാധ്യതകളും കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ലെവൽ 28,900 മുതൽ 29,000 വരെയുള്ള ഈ ഒരു ലെവൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്. അവിടെ നിന്ന് ബുള്ളിഷ് ആയിട്ടുള്ള കൺഫർമേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മളിവിടെ ഒരു ലോങ് പൊസിഷൻസിന് നോക്കേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ 4 hour ടൈം ഫ്രെയിമിൽ നമുക്ക് വീണ്ടും ഇത്തരത്തിലുള്ളൊരു പാറ്റേൺ കാണാനായിട്ട് പറ്റുന്നുണ്ട്. കൃത്യമായിട്ട് ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഒരുപാട് തവണ റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടായിരുന്നു പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇവിടെ ആ ഒരു ട്രെൻഡ് ലൈൻ കൃത്യമായിട്ട് ബ്രേക്ക് ചെയ്തിട്ട് പ്രൈസ് താഴേക്ക് പതുക്കെ ഒരു റീടെസ്റ്റിന് ശ്രമിക്കുന്ന കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി, ഒരു റീടെസ്റ്റ് കിട്ടി. ഇനി ഇവിടെ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള കൺഫർമേഷൻ കിട്ടിയാലും നമുക്കൊരു ലോങ് പൊസിഷനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒരു 30,500 നമുക്കൊരു ടാർഗറ്റ് ആയിട്ട് വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ലോങ് പൊസിഷൻ ഇവിടെ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അത്തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്താം. ഏത് രീതിയിൽ ഏത് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യണം, എങ്ങനെ ട്രേഡ് ചെയ്യണം, എപ്പോൾ ട്രേഡ് ചെയ്യണം, ഏത് കൺഫർമേഷനാണ് എടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ആൻഡ് എൻ്റെ അനാലിസിസും കാര്യങ്ങളും ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അനലൈസ് ചെയ്യാനായിട്ട്, മാർക്കറ്റ് അനലൈസ് ചെയ്യാനായിട്ട് എൻ്റെ അനാലിസിസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ടാൽ ഞേക്കാം. ഹാപ്പി ട്രേഡിംഗ്. അടുത്ത വീഡിയോയിൽ കാണാം.